മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം MLA കുരുക്കിലാക്കിയിരിക്കുകയാണ്. ഇതോടെ മുകേഷ് MLA CPM-ഉം കൈവിടുന്ന അവസ്ഥയായിരിക്കുന്നു. ആലുവ സ്വദേശിയായ നടി ആരോപിച്ച കുറ്റം തെളിഞ്ഞതായാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ഇതോടെ മുകേഷിന്റെ MLA സ്ഥാന രാജിക്കായുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം ശക്തമായി മാറിയിരിക്കുകയാണ്. എന്നാൽ മുകേഷിന്റെ രാജി ആവശ്യം CPM അംഗീകരിക്കില്ല. അതിനിടയിൽ അതിവേഗ കുറ്റപത്രം നൽകിയതിൽ മുകേഷ് അതൃപ്തനാണ് എന്നതുമുണ്ട്. മുകേഷിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളിൽ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടെന്നും ഇമെയിൽ സന്ദേശങ്ങളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കൂടാതെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുമുണ്ട്. താരസംഘടനയായിരുന്ന അമ്മയുടെ അംഗത്വം വാഗ്ദാനം ചെയ്താണ് നടൻ മുകേഷ് പല സ്ഥലങ്ങളിൽ വെച്ച് നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നാണ് കേസ്. ലൈംഗികാതിക്രമ വകുപ്പ് കൂടി ചേർത്തുകൊണ്ടാണ് മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നടിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. നടിയുമായി മുകേഷ് യാത്ര ചെയ്തതിനടക്കം തെളിവുകളുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാവായ ബിന്ദു കൃഷ്ണയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുകേഷിനെതിരായ പോലീസ് കുറ്റപത്രം സിനിമയിലെ ഇടതു ചായ്വുള്ളവരെയും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരെയും അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. കൊല്ലത്തു നിന്നും 2 തവണ MLA ആയ വ്യക്തിയാണ് മുകേഷ്. എന്നാൽ ലോക്സഭയിൽ മത്സരിച്ചെങ്കിലും തോറ്റുപോവുകയായിരുന്നു. ഇനി മുകേഷിന് മത്സരിക്കാൻ CPM സീറ്റ് നൽകില്ല. എന്നാൽ ഇപ്പോൾ മുകേഷ് രാജിവെച്ചാൽ കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് വരുന്നതായിരിക്കും. ഇതൊഴിവാക്കാനാണ് CPM ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു കഴിഞ്ഞു. എന്നാൽ CPM-ന് വേണ്ടി നിലകൊണ്ടിട്ടും തനിക്കെതിരായ പരാതിയിൽ പോലീസിന്റെയും സർക്കാരിന്റെയും പിന്തുണ കിട്ടിയില്ലെന്ന അതൃപ്തി മുകേഷ് MLA-ക്ക് നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ മുകേഷ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും ഏറെ നിർണായകമാണ്. എന്നാൽ MLA സ്ഥാനം രാജിവെക്കാതിരിക്കാൻ CPM സമ്മർദ്ദവും ശക്തമാക്കിയിട്ടുണ്ട്. മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ ബലാത്സംഗ പരാതി പിൻവലിക്കില്ലെന്ന് അതിജീവിതയായ നടി നേരത്തെ പറഞ്ഞിരുന്നു. ആദ്യം പരാതി പിൻവലിക്കാൻ നടി തീരുമാനിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഒറ്റപ്പെട്ടു പോയി എന്ന മനോവിഷമത്തിലാണ് പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും വെളിപ്പെടുത്തിയിരുന്നു. WCC പോലും തനിക്കൊപ്പം നിന്നില്ലെന്നും പരാതിക്കാരി ആരോപിക്കുകയുണ്ടായി. സർക്കാർ വേണ്ട പിന്തുണ നൽകാത്തതിനാലാണ് കേസിൽ നിന്ന് പിന്മാറുന്നതെന്ന് നടൻ മുകേഷ് അടക്കമുള്ളവർക്കെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു. എല്ലാ സ്ത്രീകൾക്കും വേണ്ടി താൻ തുറന്നു പറച്ചിൽ നടത്തിയതെന്നും തനിക്കെതിരെ കള്ളക്കേസ് വന്നപ്പോൾ സർക്കാർ പിന്തുണച്ചില്ല എന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു. മലയാള സിനിമാ താരങ്ങളായ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, ബാലചന്ദ്ര മേനോൻ തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ 7 പേർക്കെതിരെയാണ് ഇവർ പരാതി നൽകിയിരുന്നത്. ഇതിൽ മുകേഷിനെതിരായ പരാതിയിൽ അടിസ്ഥാനമുണ്ടെന്നാണ് കുറ്റപത്രം വിശദീകരിക്കുന്നത്. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ ആരോപണം. സിനിമയിൽ അവസരവും അമ്മ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്തുകൊണ്ട് മുകേഷ് പീഡിപ്പിച്ചുവെന്നാണ് നടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒറ്റപ്പാലത്തെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നതാണ് മറ്റൊരു ആരോപണം. ഓഗസ്റ്റ് 28-ന് മരട് പോലീസ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം, അതിക്രമിച്ചു കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം, മോശം വാക്പ്രയോഗം എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇത്. എറണാകുളം സെഷൻസ് കോടതി മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിന് വഴങ്ങാത്തതാണ് തനിക്കെതിരായ ആരോപണത്തിന് കാരണമെന്നതാണ് മുകേഷിന്റെ വാദം. ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ അടക്കം മുകേഷ് അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. എന്നാൽ ഇതൊക്കെ തന്നെയും ഫലവത്താകാത്ത സാഹചര്യമാണ് പോലീസ് കുറ്റപത്രം നൽകിയതോടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.